I'm shy, you know. Oh. When I'm in camera. നല്ല ഭാഗ്യമുണ്ടെന്നുണ്ട്. കാരണം അപ്പം നല്ല വലുതായിട്ട് ബൾജായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഈ അപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്നതാണ് ചൈനക്കാരെ, ഈ ഗ്രാമത്തിലുള്ള ചൈനക്കാരെ വിശ്വാസം. പക്ഷെ നമ്മളെ വിശ്വാസത്തിന്റെ പുറത്തല്ല കഴിക്കണത്. വിശന്നിട്ട് വയറ് കാണുന്നുണ്ട്. അതിന്റെ ഇടയിൽ കിട്ടിയത് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ കഴിക്കാൻ വിചാരിച്ച് കാണാൻ കല്യാണച്ചക്കനും ഞങ്ങളും എല്ലാവരും കൂടെ എന്ത് ചെയ്തു, നല്ല ഉഷാറായിട്ട് അപ്പം ഞങ്ങൾ വേവിച്ച് കഴിച്ച്. ഇവരെ മെയിൻ പരിപാടി കൃഷിയാണെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ വീടിന്റെ അകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ വിളവെടുത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചോളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെയും വേറെന്ത് നിലക്കടല് അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചാക്കിലാക്കി കെട്ടി വെച്ചിട്ടുണ്ട്. ഈ മുറിയിലാന്ന് തോന്നിട്ട് ഇവർ കൃഷിയുടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. ചോളം അതുപോലെ തന്നെ വേറെ എന്തൊക്കെ എനിക്ക് പേരറിയാത്ത കുറെ സംഭവങ്ങളുണ്ട്. കാരണം കൃഷിയായിട്ട് നമുക്ക് ടച്ച്. ഉള്ളിലിരുന്ന് ബോറടിച്ചപ്പോൾ കൃഷിയുടെ സ്ഥലങ്ങളൊക്കെ പോയി കാണാറുണ്ട്. ഞാനും പൂജയും കൂടി പുറത്ത് കിടക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പൊ ഇറങ്ങിയ സമയത്താണ് അതുപോലെ തന്നെ കൃഷിന്റെ, അതായത് പാടങ്ങളുണ്ടല്ലോ, പാടത്തിന്റെ അടുത്തേക്ക് പോണ വഴിയിലെല്ലാം ഇതുപോലത്തെ വീട്ടുകളിൽ നായിനെ വളർത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പോണ വഴിയിലാണ് ഒരുത്തൻ സ്കൂൾ വിട്ട് കണ്ട് അവന്റെ മമ്മിന്റെ കൂടെ എന്ത് ചെയ്യുന്നത്, തിരിച്ചു വരുന്നത് കാണുന്നത്. ഷാപ്പങ്ങിയോ ഹലോ അതെ新年快乐！新年快乐！新年发财！കല്യാണ വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞിരുന്നു കുതിരനൊക്കെ കാണാണ്ട പാടത്തിന്, കുതിരനെ വളർത്തുന്നുണ്ടോന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് പോണ വഴിയാണ്. മഴയാണ്, ചെറിയ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല മലപ്രദേശം ആയതുകൊണ്ട് കാണാൻ വളരെ നല്ല ഭംഗിയാണ്. ഭംഗി മാത്രമല്ല കുറച്ച് ഡേഞ്ചറാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം എന്തായാലും ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം അവിടുന്ന് വരുന്ന വഴിക്ക് നായി വളർത്തുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നായ്ക്ക് ചെറിയ നമ്മളുമായിട്ട് എന്തോ ഒരു വൈരാഗ്യം ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതല്ല നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ഈ ഒരു സ്ഥലം കണ്ടെങ്കിൽ ഇവിടെ ഒരു കൃഷി ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൃഷിയിലുണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ്, മുള്ളങ്കി, ചീര, അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഒരുപാട് ഇലകളെല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട്, കൃഷിയിലുണ്ടാക്കുന്നുണ്ട്. ഇത് ഫുള്ള് കർഷക ഫാമിലിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സെറ്റപ്പും അവരുടെ ഒരു മെഷീൻസും ഇവിടെയൊക്കെ ഇതെന്നെ ഇതിവിടെ പേരെന്നടി ലെറ്റസ് എന്നാണ് ലെറ്റ്യൂസ് കൃഷിയുണ്ടാവും. പിന്നെ അതുപോലെ മുള കൃഷിയുണ്ട് ഇവര്. പിന്നെ അങ്ങനെ മേലെ കയറി പോകുന്നുണ്ട്. ഇനിയുള്ളത് കൊട്ടയോണ്ടുള്ള പരിപാടിയാ. താഴെ തീയിട്ടിങ്ങാണ്ട് അതിന്റെ മേലെ ഒരു കൊട്ട വെച്ചിങ്ങാണ്ട് ഞാൻ ചാക്കിട്ടിങ്ങാണ്ട് മറക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനി വേറെ എന്തൊക്കെയാണെന്ന്. അതൊന്നുമല്ല, ചാക്കിട്ടിട്ട് ഇതിന്റെ മേലെ മറിച്ചിട്ട് അതിന്റെ മേലെ കാട് വെച്ച് കളിക്കും. ഈ കാട് കളിക്കുന്ന വെറും കളിയല്ലേ, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ കറക്റ്റ് ചീട്ട് കളിയാണ്, പൈസ വെച്ചിങ്ങാണ്ടുള്ള കളിയാണ്. കുറച്ച് ടെക്നോളജി വലുതായ രാജ്യമായതുകൊണ്ട് പൈസ എല്ലാം ഫോണിൽ വീചാറ്റിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആരാണോ തോൽക്കുന്നത് ആ തോൽക്കുന്ന ആള് ജയിക്കുന്ന ആൾക്ക് പൈസ കൊടുക്കണം. അങ്ങനെയാണ് പരിപാടി. ടെക്നോളജി പോയൊരു പോക്കേ. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഇത് കാട് കളിക്കാൻ അറിയാം. കാട് കളിക്കാനൊന്നും അറിയില്ല, ഇത് കണ്ടിരിക്കാൻ അറിയുന്നറിഞ്ഞാണ്ട് ഞാൻ ഐസിലവിടെ ഇരുന്നാണ്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു മനസ്സിലാക്കി. ഇപ്പൊ തുടങ്ങുമെന്ന് അറിയില്ല, എല്ലാരും കൂടെ വട്ടം കൂടി ഇരിക്കണ്ട. എന്നാലും നോക്കിയൊക്കെ കാര്യങ്ങള്. ഇതന്നെ ഒരു അപ്പത്തിന്റെ പരിപാടി കഴിഞ്ഞപ്പോ എള്ളുണ്ടായിട്ട് വന്നുകൊണ്ടുണ്ട്. എള്ളുണ്ട അല്ല, സോറി, അരിയൊക്കെ വെച്ചിങ്ങാണ്ട് അരിമുറുക്കറ്റാണെന്ന് തോന്നുന്നു. ഒന്ന് കൂതും ഷുഗറാ你家说话了。
എല്ലാരും കാർഡ് കളിച്ചിട്ട് ഇത് കണ്ടിരുന്ന ഞങ്ങളെ കൂട്ടിക്കാണ്ട് ക്യാമിയോ ഇറങ്ങിക്ക് പോയാൽ കാര്യങ്ങൾ പോയി പഠിപ്പിച്ചു തരാണ്. അപ്പൊ വെറുതെ കളിച്ച പോലെ കളി ഇൻട്രസ്റ്റ് ആണെന്ന് ഇറങ്ങാണ്ട് എന്ത് ചെയ്തു, പൈസക്ക് പകരം ഈ കടല വെച്ചു. അതായത് ആ തോൽക്കുന്ന ആള് ജയിച്ച ആളെ നിന്ന് 2 കടല എടുക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് ഈ ചെങ്ങായി എന്ത് ചെയ്തു, കാർഡിന്റെ കളിയും കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. കടല മാത്രമല്ല, തോൽക്കുന്ന ആൾ ഈ ജ്യൂസും കുടിക്കണം. അതായത് കഴിയുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഗ്ലാസ്സിൽ എന്ത് ചെയ്യും, ജ്യൂസ് ഒഴിച്ചു വെക്കും. ആ ജ്യൂസ് നമ്മൾ കുടിക്കണം തോൽക്കുന്ന ആള്. കടലക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതൊന്നും വെറും കടലല്ല, ഓരോ കടലക്കും ഓരോ ഡോളർ വെച്ചിട്ടാണ് ഞങ്ങൾ വില ഇട്ടിട്ടുള്ളത്. 0. 我的多少？给我吧，我通赔，我多少？你6点，我6点啊你赢了，那抽到了 Give me 110，给我。 1、2、3、4，打2、3、4、1、2、3。我熟练。你呢？哦，你对，给我的。 No. നാലഞ്ച് മണിക്കൂറിന്റെ കാത്തിരിപ്പിനോടുകൂടി ദമ്മ് പൊട്ടിച്ചു. നമ്മളെ നാട്ടിൽ ബീഫ് വരട്ടിയതും ചിക്കൻ ഫ്രൈയും അതുപോലെ പല ഐറ്റംസ് ഉണ്ടാവില്ല കല്യാണത്തിന്. അതുപോലെ തന്നെയാണ് ഇവിടെ ചൈനയിലും. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നല്ലേ പറഞ്ഞുതരാം. ബീഫ് ഉണ്ട്, പോർക്ക് ഉണ്ട്, മട്ടൺ ഉണ്ട്, പിന്നെ ഇലക്കറികളുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയുള്ളത്, പിന്നെ കുറച്ച് ഗ്രേവി ഉണ്ട്. ഇതിലെല്ലാം ടച്ചിങ്സ് ആയിട്ട് സൈഡിൽ നല്ല അത്യാവശ്യം നല്ല എരിവിനുള്ള മുളകും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ കോരിക്കൊണ്ടിരിക്കുന്നത് തക്കാളി കൂട്ടാനാണ്. എന്തോ ഭാഗ്യത്തിന് പാറ്റ വറുത്തരും പാമ്പ് ഫ്രൈയും ഒന്നും ഇല്ല, അല്ലെങ്കിൽ അതിനും കൂടി ഒരു കുറവുണ്ടായിരുന്നു. ബാക്കി ലൈറ്റ് ടു സെറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. Yes. இந்த சைடு வை, எனக்கு இது வேணும்.开钱真的。什么？就不用，谢谢，我不能喝。这是魔芋豆腐，这个好吃，我很吃过。芹菜炒肉，芹菜炒猪肉，ഇത് ബീഫാണ്.牛肉啊， Oh yes, it's good. 太酷了！കള്ളുടിക്കണമെന്ന് നല്ല സുഖമാണ് ചൈനയിൽ. കാരണം എവിടെ പോയാലും ഓസിക്ക് കള്ളിട്ടും. കള്ളുടിക്കണ പോലെ പ്രത്യേക ഒരു ഇഷ്ടമാണ് ചൈനക്കാർക്ക്. കാരണം എന്താറോ, അതൊരു വേറെ വൈബാണ് അവർക്ക്. അത് വിചാരിച്ച് നമ്മളവിടെ ഉള്ള ആൾക്കാരെ പോലെ കള്ളുടിച്ചിങ്ങനെ പാമ്പായി കിടക്കുന്ന പരിപാടിയൊന്നും ചൈനയിലില്ല. കാരണം ആക്രമണം ചെയ്യുന്ന പരിപാടി എന്തില്ല. ചൈനീസിന് കള്ളുടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ那不爱有那个，国内的澳洲的。小姐，你倒啊！难怪搞这个。哎呀，കല്യാണമായാലും കുടിയിരിക്കലായാലും കുട്ടികാണലായാലും എല്ലായിടത്തും വള്ളടിയും പരിപാടിയും കാര്യങ്ങളും ഉണ്ടാവും. അതായത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഫുഡിന്റെ കൂടെ എന്ത് ചെയ്യും, കള്ള് നമുക്ക് കൊടുത്തു തരും. പ്രത്യേകിച്ച് ഇവരെ ഇതുപോലുള്ള ഗ്രാമങ്ങളിലുള്ള കല്യാണത്തിന്. ഇങ്ങനെ ഈ ഗ്രാമങ്ങളിൽ നടക്കുന്ന കല്യാണത്തിനൊക്കെ കിട്ടുന്ന കള്ളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് വർഷം പഴക്കല്ല കള്ളായിരിക്കും എന്നാ പറഞ്ഞത്. വലിയ ചൈനീസ് എല്ലാം ഡ്രിങ്ക്സ് അടിക്കുന്ന കണ്ടിട്ട് അതുകൊണ്ടുകൂടെ കുട്ടി ചൈനീസ് തരം വേറെ വെറൈറ്റി രൂപത്തിൽ ഡ്രിങ്ക്സ് അടിക്കുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് വേറെ ഒന്നാണ് ഓർമ്മ വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും കല്യാണ ചെക്കനെ മാത്രമേ കാണുള്ളൂ, കല്യാണ പെണ്ണിനെ കാണുന്നില്ലല്ലോ എന്ന്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണ പെണ്ണ് എന്ത് ചെയ്യും, അന്ന് തന്നെ കല്യാണ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വൈകിട്ട് രാത്രിയെ തിരിച്ചു വരുള്ളൂ. അങ്ങനെയാണ് ഇവിടെ ഗ്രാമത്തിലത്തെ കല്യാണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു. എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈമിൽ ബാക്കിയുള്ള വന്ന ആൾക്കാരെല്ലാം പോയിരുന്നു. പിന്നെ ഞങ്ങളും ചെക്കനും ചെക്കൻ്റെ വേണ്ടപ്പെട്ട കുറച്ച് വീട്ടുകാരുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്നേഹമാണ്. എന്താണെന്നല്ലേ അപ്പോൾ പറഞ്ഞു തരാം കാര്യങ്ങൾ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോരാനായി. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ നിന്നോളൂ. ഈ കല്യാണത്തിൽ ചെക്കനും പെണ്ണും വരുന്ന വീഡിയോസ് ഞാനൊരു ഷോർട്സ് ആയിങ്ങാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ റിലേറ്റീവ് വീഡിയോസിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.准备回头呢？第二种我也回头呢。OK。一个钱。笑一下。OK。要红外头呢？必须。耶。帽子还是蛮便宜的不？有机会哈。对不起啊。有空过来看看。好。
哎呀，这个兄弟过来。പക്ഷെ ഇതൊന്നല്ല, വേറൊരു കിടിലൻ സർപ്രൈസ് ഉണ്ട്. നാളെ നമുക്ക് ഒരു കല്യാണം കൂടി കൂടാണ്ട്. അപ്പൊ നാളത്തെ കല്യാണത്തിന്റെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 等一下。